സ്വാമി എന്താ ഇവിടുത്തെ പ്രശ്നങ്ങളെന്നൊന്ന് പറയണം. മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. ഈ കുടുംബത്തിന് ഉഗ്രശാപമുണ്ട്. ഗൃഹനാഥൻ ഈ കുടുംബത്തിന്റെ പടിക്ക് പുറത്തിറങ്ങിയാൽ മരണം അയാളെ പിന്തുടരും. ഇതനുസരിക്കാതിരിക്കുകയാണെങ്കിൽ മരണം ഉറപ്പ്. അളിയും വടിയാകുന്നു. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് കാര്യം എന്താണ്? ഈ കാണിക്ക നേർച്ച എന്തെങ്കിലും നടത്താതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, മുടങ്ങിയിട്ടില്ല, ഒന്നും മുടങ്ങിയിട്ടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് നമ്മളങ്ങനെ നേരത്തെകളൊന്നും നേരാറില്ല. അതെ അതെ. എന്നാൽ പൂർവികമായി സംഭവിച്ചതാവാം. എന്തായാലും പരിഹാരക്രിയ ചെയ്തേ പറ്റൂ. അല്ലാതെ സ്വാമി പറഞ്ഞാൽ മതി എന്ത് ചെയ്യണമെന്ന്. അതെ അതെ. പ്രാർത്ഥിച്ചോണ്ടില്ലേ? പൂർവിക പാപ പരിഹാര കർമ്മം. നേർച്ച വിഘ്ന ക്ഷമാപണ ഹോമം ചെയ്യാം. സർവ ഐശ്വര്യ പ്രചോദന കർമ്മങ്ങൾ ചെയ്യാം സ്വാമി. സർവ കുടുംബ ക്ഷൗരകർമ്മം. അതെന്തോന്ന് സ്വാമി? അതായത് ഈ കുടുംബത്തിലുള്ള എല്ലാരും തല മുണ്ടനം ചെയ്യണം. ചെയ്യാം. ഈ സ്ത്രീകളും? അതെ, സ്ത്രീകളും ചെയ്യണം. തല പൊട്ടയടിക്കണമെന്ന് സ്വാമി. പിന്നെ കുരുതി പൂജ, അത് ഞാൻ ആശ്രമത്തിൽ ചെയ്തോളാം. ആയിക്കോട്ടെ. പിന്നെ സാധുജന ഭക്ഷണ നേർച്ച, അത് എല്ലാ മാസവും ചെയ്യണം 2 വർഷത്തേക്ക്. അല്ല, ഇതിനൊക്കെ ഉദ്ദേശം എന്ത് ചെലവ് വരും? ഇതിന് ഏകദേശം പൂർവിക പാവ പരിഹാര യജ്ഞത്തിന് ഒരു 2 ലക്ഷം രൂപ. അറിയില്ല. പിന്നെ കുരുതി പൂജ, അതിന്റെ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങുന്നതിന് 25,000 രൂപ. കുഴപ്പമില്ല. പിന്നെ സർവ ഐശ്വര്യ പ്രചോദന കർമ്മങ്ങൾ, അതൊരു 3 ലക്ഷം രൂപ. അതൊന്നും പ്രശ്നമല്ല സ്വാമി. പിന്നെ ഈ സാധുജന ഭക്ഷണ നേർച്ച, അത് വന്നിട്ട് 10,000 രൂപ വെച്ച് 2 വർഷത്തേക്ക് 2,40,000 രൂപ. കുഴപ്പമില്ല സ്വാമി, തന്നേക്കാം. സ്വാമി ഒരു മിനിറ്റ്, മണിക്കൂർ വാ. സ്വാമി എഴുതിക്കൂ, ഞാൻ എന്താ വരുന്നത്. ശരി ശരി. ഇങ്ങോട്ട് വന്നേ.